ഹലോ നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് അറ്റായഫ്. അതൊരു അറബിക് ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അത്തായഫ് ഉണ്ടാക്കുന്നതിന് 2 കപ്പ് മൈദ, 1/2 കപ്പ് സെമോളിന എന്ന് പറഞ്ഞാൽ നമ്മുടെ റവ തന്നെയാണ്, ഷുഗർ 3 ടേബിൾ സ്പൂൺ, ബേക്കിംഗ് പൗഡർ 3 ടീസ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, ചെറിയ ചൂടുവെള്ളം 2.5 കപ്പ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് വിസ്ക് വെച്ച് ഇളക്കിയെടുത്താലും മതി, പക്ഷെ മിക്സിയിലടിക്കുവാണെങ്കിൽ നമുക്ക് വേഗം പണി കഴിയും. ഞാനിതിൻ്റെ മെഷർമെൻ്റ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ബാറ്റർ. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂർ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലേക്ക് 2 കപ്പ് ഷുഗർ ഇടുക. 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം. അത്തായഫ് ഉണ്ടാക്കിയിട്ട് ഷുഗർ സിറപ്പിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഷുഗർ സിറപ്പ് ആവശ്യമുണ്ട് ഇതിന്. ഇപ്പോൾ ഷുഗർ ഏകദേശം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ചെറിയ തിളയൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിന് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള ഷുഗർ സിറപ്പാണ് വേണ്ടേ. അതുകൊണ്ട് ഇത് തിളച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫാക്കിയാൽ മതി. ഷുഗർ സിറപ്പ് നല്ല തണുത്തതിന് ശേഷം ഇത് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെക്കണം, അവസാന നിമിഷത്തേന് വെക്കരുത്. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിനി ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബദാമും പിസ്തയും നട്ട്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ട്രഡീഷണലി ഇതിനകത്ത് വാൽനട്ടാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഷുഗറും കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ പൊടിഞ്ഞ് കിട്ടിയാൽ മതി, നന്നായിട്ട് പൊടിച്ചെടുക്കണ്ട. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ മീഡിയം തീ വെച്ചിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ, എന്നാൽ അതിൻ്റെ അടിഭാഗത്ത് നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടുള്ളൂ. പിന്നെ വലിയ പാനാണെങ്കിൽ 2ഉം 3ഒക്കെ പാൻ കേക്ക് ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ പാൻ കേക്ക് നമ്മൾ മറിച്ചിടുന്നില്ല, ഈ സമയമാകുമ്പോൾ നമ്മൾ എടുക്കണം. ഓരോ പാൻ കേക്ക് ഉണ്ടാക്കുമ്പോഴും ഇതുപോലെ ഒരു ടവൽ വെച്ച്, കിച്ചൺ ടവൽ വെച്ചിട്ട് മൂടിയിടണം, അല്ലെങ്കിൽ അത് മുകൾ ഭാഗം ഡ്രൈ ആയിപ്പോവും. അപ്പം ഞാൻ എല്ലാ പാൻ കേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പാൻ കേക്കിലും ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഓരോ പ്രാവശ്യം പാൻ കേക്ക് എടുക്കുമ്പോഴും മറ്റത് മൂടിയിടണം, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ട് പിന്നെ ഇതിൻ്റെ സൈഡ് ഒട്ടി കിട്ടത്തില്ല. ഇങ്ങനെ ഫില്ലിങ് നിറച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് ഓയിലിടുമ്പോൾ തുറന്നു പോവും. പിന്നെ 2-3 പാൻ കേക്ക് ഞാൻ ചീസ് വെക്കുന്നുണ്ട്. സാധാരണ ഇത് അക്കാവി ചീസ് എന്ന് പറഞ്ഞാൽ അതാണ് വെക്കുന്നത്. അപ്പം ഏകദേശം മൊസറല്ല ചീസ് പോലെ തന്നെയൊക്കെ ഇരിക്കും. അത് പക്ഷേ ഇവിടെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അപ്പോൾ അത് മേടിക്കാൻ പോകാൻ പറ്റാത്ത കാരണം ഞാൻ ഇവിടെ മൊസറല്ല ചീസ് വെച്ചിട്ട് 2-3 ചെയ്യുന്നുണ്ട്. അപ്പോൾ ചീസ് വെക്കുന്ന നമ്മൾ ചൂടോടെ കഴിച്ചില്ലെങ്കിൽ കൊള്ളത്തില്ല. ശരിക്കും നല്ല രസമല്ല ഇത് കാണാൻ തന്നെ. അപ്പം ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 സൈഡും ആയിട്ടുണ്ട്. ഇത് നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പുറം നല്ല ഹാർഡായിട്ടായിരിക്കുന്നത്. ഇനി നമുക്കിത് ഷുഗർ സിറപ്പിലിടണം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അത്തായഫ് ഷുഗർ സിറപ്പിലിടാം. ഷുഗർ സിറപ്പ് നന്നായിട്ട് തണുത്തതായിരിക്കണം. അങ്ങനെ നമ്മുടെ അടിപൊളി സൂപ്പർ ഡെലീഷ്യസ് അത്തായഫ് റെഡിയായി. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇത് റമദാൻ ടൈമിൽ നോമ്പ് തുറയുടെ സമയത്താണ് സാധാരണ കഴിക്കുന്നത്. അപ്പം നോമ്പ് എടുക്കാത്തവർക്ക് സ്വീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ ഇത് നല്ല ഈസിയല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റൊക്കെ അറിയിക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഒരു അടിപൊളി റെസിപ്പിയായി വരുന്നിടം വരെ ബൈ.